Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ടെക് ഇൻഫർമേഷൻ ആയിട്ടാണ്. ഇത് വളരെ അധികം ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ. ഈ വീഡിയോ ലൈക്കിനേക്കാളും ഷെയർ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കാര്യം, ഏതാണ് കാര്യം നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകും. അതായത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് യാത്ര ചെയ്ത് 2 പേര് പുഴയിലേക്ക് മറിഞ്ഞുപോയി കാറിൽ. നമ്മുടെ ഇപ്പോഴത്തെ ഹെഡിങ്ങിലും ഒക്കെ അതാണ് വാർത്ത. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നതെന്നും അതേപോലെ അത് വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പരിചയമില്ലാത്ത റൂട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്കത് വരാതിരിക്കാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കാണാം. നിങ്ങളുടെ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഇത് ഷെയറും ചെയ്യാം. കാരണം അത് വരാതിരിക്കാൻ കറക്റ്റായിട്ട് എങ്ങനെ ഗൂഗിൾ മാപ്പ് ഇടണം എന്നും കൂടെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതായത് കഴിഞ്ഞ ദിവസം 2 യുവ ഡോക്ടർമാർ അവരുടെ കാറിൽ കോട്ടയത്ത് സഞ്ചരിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടായിരുന്നു യാത്ര ചെയ്തത്. അവർക്ക് ആ വഴി കറക്റ്റ് അറിയാത്തതുകൊണ്ട് അത് നേരെ പുഴയിലേക്ക് മറിയാണ് ചെയ്തത്. കാരണം വെള്ളക്കെട്ടായിരുന്നു, വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അവർക്ക് വന്നത് അവർ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് ഇടാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ്? അതേപോലെ നമ്മൾ പ്രേമലു പടത്തിൽ കാണുമ്പോൾ അവരെ മിനി കൂപ്പറിൽ യാത്ര ചെയ്യുന്ന നേരത്ത് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിട്ട് ഒരു കാട്ടിലൂടെ പോകേണ്ടത് ഷോർട്ട് റൂട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അതേപോലെ ചിലപ്പം ഞാൻ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ടോൾ കൊടുത്തിട്ട് തന്നെ യാത്ര ചെയ്യാം. പക്ഷേ ടോൾ ഇല്ലാത്ത വഴി പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഇവിടുന്ന് പാലക്കാട് നിന്ന് കോയമ്പത്തൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ കാണിച്ചതുണ്ടായിരുന്നു മാപ്പ്. പക്ഷെ നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകും. ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെ പോവാം. നമ്മളിവിടെ 10 രൂപ ടോൾ ലാഭിച്ചിട്ട് 70 രൂപ ടോൾ ലാഭിച്ചിട്ട് ചിലപ്പോൾ 4, 5, 6, 10 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ അതല്ല, അപ്പം നമ്മൾ എങ്ങനെ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്യാന്ന് ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഈ ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ ഇടുങ്ങിയ വഴിയിലേക്ക് പോകുന്നത്, പിന്നെ 2 വീലറിലേക്ക് പോണ വഴിയിലേക്ക് പോകണം, ഇതൊക്കെ നമ്മൾ ഗൂഗിൾ മാപ്പ് കോൺഫിഗർ ചെയ്യുന്നതിനുള്ള ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ റൂട്ട് സെർച്ച് ചെയ്യുമ്പം കാണിക്കും ഡ്രൈവിംഗ് മോഡ് ഏതാണെന്ന് കാണിക്കും. ബസ്സാണോ, ട്രെയിനാണോ, കാറാണോ, വാക്കിംഗ് ആണോ, ബൈക്കാണോ? നമ്മളത് ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ ബൈക്കിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാൾ ഡീഫോൾട്ടായിട്ട് ബൈക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ആൾ അതിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ കാറിൽ പോകുമ്പോൾ ആ കാറിൽ ഈ ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ ബൈക്കിൽ തന്നെയായിരിക്കും അവരത് മാറ്റാൻ മറന്നു. അതാണ് 2 വീലർ പോകാനുള്ള ഇടുങ്ങിയ വഴിയിൽ ഡെഡ് എൻഡായി നിന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് പോകുമ്പോൾ കഴിയുന്ന ഹൈവേസ് എന്നുള്ളത് പ്രയോറിറ്റി കൊടുക്കുക. ത്രൂ ഹൈവേ എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് മാപ്പ് ഇടാണെങ്കിൽ ഹൈവേ കുറച്ച് ചുറ്റിപ്പോയി കഴിഞ്ഞാലും ഇങ്ങനത്തെ ഊട് വഴി കൂടെ പോവില്ല. ഇനി മഴക്കാലത്താണ് നമ്മളിങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പണ്ട് ലാലേട്ടൻ പറഞ്ഞ പോലെ, ഇപ്പൊ സുജിത് ഭക്തൻ പറഞ്ഞ പോലെ ചോദിച്ചു പോവാം. അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഉണ്ടാവും നമ്മുടെ ഈഗോ കൊണ്ട് ചോദിക്കാതെ ഇരിക്കരുത്. കാരണം ചോദിച്ചില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു വഴിക്ക് പോകുമ്പോൾ അവിടെ വെള്ളക്കെട്ടുണ്ട്, പുഴയും റോഡും ഫില്ലായിട്ടുണ്ട് എന്നുള്ള കാര്യം ഗൂഗിൾ മാപ്പിന് അറിയില്ല. ഇനി നമ്മൾ പോയിട്ട് അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ മാപ്പിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കാര്യം കഴിഞ്ഞു, ബാക്കിയുള്ളവർ പെട്ടോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക, നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുള്ള ഓപ്ഷൻ ഗൂഗിൾ മാപ്പിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. പിന്നെ നിങ്ങൾ മാപ്പിൽ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ വെള്ളക്കെട്ട്, മഴക്കെടുതി ഉള്ള കാലങ്ങളിൽ കഴിയുന്നത് നാട്ടുകാരോട് ചോദിച്ചിട്ട് പോണതാണ് ഏറ്റവും ബെസ്റ്റ്. ഗൂഗിൾ മാപ്പിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. പിന്നെ ഗൂഗിൾ മാപ്പിൽ നമ്മളൊരു റൂട്ട് സെർച്ച് ചെയ്യണ നേരത്ത് ഇപ്പോൾ പ്രേമലൂരിൽ കണ്ട പോലെ ഷോർട്ട് റൂട്ട് ഉണ്ട് പറഞ്ഞിട്ടുള്ള ഷോർട്ട് റൂട്ട് പിടിക്കാതിരിക്കുക, ഹൈവേസ് പിടിക്കുക. ഗൂഗിൾ മാപ്പിൽ തന്നെ ഹൈവേസ് ഇട്ടിട്ട് നമ്മൾ പോകാൻ ചെറിയ ലാഭത്തിന് മോശം റോഡൊന്നും ഒഴിവാക്കിയിട്ട് അങ്ങ് പോവാം. ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ടിപ്പായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണതാണെങ്കിൽ നിങ്ങൾ അറിയാത്ത സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, നമ്മൾ ഹൈവേസ് നോക്കുക, പിന്നെ ഷോർട്ട് റൂട്ട് നോക്കാൻ വെച്ചാൽ അതിൻ്റെ റോഡിൻ്റെ ഘടന എങ്ങനെയാണെന്ന് ഗൂഗിൾ മാപ്പിൽ തന്നെ നോക്കുക. പിന്നെ ഇങ്ങനെ മഴക്കെടുതിയൊക്കെ ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ഒന്ന് ചോദിച്ചു പോവാം. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കും. പിന്നെ 2 വീലറിന് കാറാണോ 2 വീലർ ആണോ എന്ന് നിങ്ങളതൊന്ന് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
കാരണം എന്താ, ബൈസിക്കിളോ ടൂ വീലറോ ആണെങ്കിൽ ഇടുങ്ങിയ വഴികളുണ്ടാവും. കാരണം ടൂ വീലറിന് പോകാൻ ആ വഴി മതി. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ അപ്പോൾ ഷോർട്ട് റൂട്ട് പറഞ്ഞിട്ട് കാണിക്കാം. അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ ബൈക്ക് പോകേണ്ട വഴിയിലേക്കൊക്കെ കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരിക്കലും ഗൂഗിൾ മാപ്പിന്റെ കുഴപ്പമില്ല, നമ്മളത് കോൺഫിഗർ ചെയ്യുന്നതിന്റെ കുഴപ്പമാണ്. ഒന്നും കൂടെ ആലോചിക്കുക. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോ കാണുവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.